കുറച്ചു കാലമായിട്ട് കാണുന്നതാണ് വാഴയ്ക്ക് ഈ രോഗം. മഴ ഇങ്ങനെ അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് വാഴയുടെ ഇലകളൊക്കെ ഇങ്ങനെ തിന്ന് നശിപ്പിക്കുന്ന ഒരു ഓമരമ്പുഴുണ്ട്. അത് ചെറിയതൊന്നല്ല, വലിയ ഓമരമ്പുഴുവാണ്. കണ്ടാൽ തന്നെ പേടിയാവും. നമ്മൾ ഈ കാണിക്കുന്ന ഓമരമ്പുഴല്ല, 2 തരം ഓമരമ്പുഴുണ്ട്. ഇത് ചെറുതാണ്, വാഴയുടെ ഇല തീ പിടിച്ച പോലെ ഇങ്ങനെ പോവും. മറ്റേ വലിയ ഓമരമ്പുഴുവാണ് വാഴൻ്റെ ഇല വട്ടത്തിലിങ്ങനെ തിന്നുന്നത്. പക്ഷെ അത് 1-2 കാണുള്ളൂ. പക്ഷേ പെരുത്ത ജാതിയാണ്. അപ്പോൾ രണ്ടും ദ്രോഹം തന്നെയാണ്. ഇത് ഇലയെ പാടെ ഉണക്കി കളയും, മറ്റേത് വെട്ടി വെട്ടി ഇല മുഴുവൻ തിന്നു കളയും. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഇന്നലെ ഒരു ഒമ്പരമ്പുഴുവിനെ കണ്ടു. വലിയൊരു ഒമ്പരമ്പുഴുവാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കണ്ടപ്പോൾ നമ്മൾ അത് എവിടെ നിന്നാണെന്ന് നോക്കുമ്പോഴാണ് നമ്മളെ വാഴകളൊക്കെ ഇങ്ങനെ നശിച്ച് കാണുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അത് തന്നെ നമ്മൾ ഇതിനെ കണ്ടപ്പോൾ ഒന്ന് വാഴത്തോട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ അതിന് മെയിൻറ്റെയിൻ ചെയ്യാറില്ല, അങ്ങനെ ചെറിയ ഓട്ടം ഉണ്ടാവില്ല എന്നുള്ളതിൽ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ സ്നേഹിതൻ്റെ വീട്ടിൽ വാഴ തന്നെ നശിച്ചു പോയിക്കണം, മൊത്തം നശിച്ചു പോയിക്കണം. ഇല തിന്ന് നശിപ്പിച്ചതിന് ശേഷം വാഴ ഉണങ്ങി പോകുന്നു. അപ്പോൾ അതാണ് ഈ ഒമ്പരമ്പുഴു വന്നാലുള്ള കേട്. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ കുറച്ച് മരുന്നുണ്ട്, അതാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെ ടെറസിൻ്റെ മേലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഒമ്പരമ്പുഴുവിനെ കണ്ടപ്പോൾ വാങ്ങിയത്, ഒമ്പരമ്പുഴു തേരട്ട ഇങ്ങനെയുള്ളതിനൊക്കെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ അതാണ് നമ്മൾ പ്രയോഗിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെടുത്ത് ഇവിടെ സ്റ്റോക്കുള്ള കുറച്ച് മരുന്നാണ് ഇപ്പോൾ നമ്മളിവിടെ പ്രയോഗിക്കുന്നത്. ഇതിപ്പോൾ നമ്മളെ മരുന്നടിക്കുന്ന കുറ്റി കൊണ്ട് മുകളിലേക്കൊന്നും എത്തൂല, എന്നാലും എത്തുന്ന രീതിയിലൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഒമ്പരമ്പുഴു കൂടും ചെയ്യും, നമ്മുടെ വീട്ടിലും സൗകര്യം ഉണ്ടാവില്ല, വാഴകളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. വാഴകളെ ഇലകളൊക്കെ തിന്ന് ഉണങ്ങിപ്പോയാൽ പിന്നെ വാഴ നശിക്കലായി. അപ്പോൾ ഏതിൻ്റെയും അങ്ങനെ തന്നെയാണ്, ഇല നശിച്ചു പോകുമ്പോൾ മരങ്ങളും നശിച്ചു പോകും. അപ്പോൾ അത് ഏതൊരു വൃക്ഷവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വാഴക്ക് എന്ന രീതിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വാഴൻ്റെ ഇലമൊക്കെ ഇങ്ങനെ ചിത്രപ്പണി ചെയ്ത് കണ്ടുമ്പോൾ ഭയങ്കര നല്ല രസത്തിൽ നിന്നിരുന്ന വാഴകളാണ്. അതിലൊക്കെ ഓട്ടാക്കിയിട്ട് ഉണങ്ങി പല രീതിയിൽ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വാഴ പാടെ നശിച്ചു പോകും എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇത് അടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മാസ്ക് ഒന്നും ഇടാൻ മറന്നുപോയി. എന്ന് വെച്ചാൽ കുറച്ച് തിരക്കിലണ്ട് ചെയ്തു പോയതാണ്. പിന്നെ ഇവിടെ മാസ്ക് ഒന്നും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. മാസ്ക് വേണമെന്നില്ല, ഒരു തോർത്തുണ്ട് തലയിൽ കെട്ടിയാലും മതി അല്ലേ, ഒരു തോർത്തിൻ്റെ അടുത്ത് മുഖം മറച്ച് കെട്ടിയാലും മതി. ഇനിയിപ്പോൾ എന്തെങ്ങനെയായാലും ഒരു ചുമയോ ജലദോഷമോ എന്തെങ്കിലും കാണും. അപ്പോൾ ഈ മരുന്നൊക്കെ അടിച്ചാൽ ഉണ്ടാകുന്നതാണത്. അപ്പോൾ ഈ മരുന്നിനൊക്കെ അത്ര സ്ട്രോങ് ഉണ്ടാവുള്ളൂ, മറ്റുള്ള മരുന്നാകുമ്പോൾ അതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ ഏത് മരുന്നടിച്ചാലും നമുക്ക് ദോഷങ്ങളുണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ കരുതലുകൾ എടുക്കേണ്ടത്. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ വാഴത്തോട്ടങ്ങളിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പെരൻ്റെ ചുറ്റുപാടുള്ളതാണെങ്കിൽ പെരയിൽ കൂടുതലായിട്ടും ഒമ്പരമ്പുഴുവായിരിക്കും. അതുകൊണ്ട് അതിന് പെട്ടെന്ന് പ്രതിവിധി കാണുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി മഴ കൂടുതൽ തന്നെയാണെങ്കിൽ ഇതിലും കൂടുതലാവും. നമ്മളിപ്പോൾ ഈ അടിച്ചുകൊണ്ടൊന്നും ഫലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ മരുന്നിൻ്റെ കുറ്റി കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അടിക്കേണ്ടി വരും. കാരണം ചെറുതും വലുതുമായിട്ട് ഒരു മാസത്തിൽ 1-2 കൊല ചിലപ്പം കിട്ടിയെന്ന് വരും, അത്രയേ ഉള്ളൂ. എന്നാലും അത് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അത് ഇല്ലാതാവരുത് എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടേ നമുക്ക് വാഴയോടൊരു പ്രേമമുണ്ട്. അതിങ്ങനെ കുറച്ച് നിൽക്കുന്നത് കാണാനും വാഴക്കൂട്ടങ്ങളൊക്കെ കാണാനൊക്കെ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും അതിനോടൊരു ചെറിയൊരു പ്രേമമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം.